നറൂട്ടോ വേൾഡിൽ തന്നെ ഏറ്റവും മിസ്റ്റീരിയസും ഗോഡ് ലൈക്ക് ഒറിജിനുമായിട്ടുള്ള ഒരു ക്ലാനാണ് ഒട്സുസുക്കി ക്ലാൻ. ഇവരെ സാധാരണ ഷിനോബികളായി ഒരിക്കലും കാണാൻ സാധിക്കില്ല. കാരണം ഒട്സുസുക്കീസ് ബേസിക്കലി എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീങ്സ് ആണ്. മറ്റൊരു ഗാലക്സിയിൽ നിന്നും ഒരുപാടധികം വേൾഡിൽ യാത്ര ചെയ്ത് അവിടുത്തെ ചാക്ര എനർജിയും ലൈഫ് ഫോഴ്സും ഉപയോഗിച്ച് അതിൽ നിന്ന് ശക്തി നേടുന്നവരാണ് ഇവർ. ഇവരുടെ ലക്ഷ്യം വളരെയധികം ക്ലിയർ ആണ്. ഓരോ വേൾഡിലും ഇറങ്ങി ഗോഡ് ട്രീ, അതായത് ദൈവവൃക്ഷം നട്ടു വളർത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ചാക്ര ഫ്രൂട്ട് എടുത്ത് കഴിച്ച് പവർ ലെവൽ കൂട്ടി ഡിവൈനിറ്റി കൈവരിക്കുക എന്നതാണ്. ഈ ഒരു ചാക്ര ഫ്രൂട്ട് ബേസിക്കലി ആ ഒരു ലോകത്തിന് തന്നെ ജീവശക്തിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവർ ലിറ്ററലി എനർജി പാരസൈറ്റ് ആണ്, ബട്ട് വിത്ത് ഡിവൈൻ പവർ ആൻഡ് ഇന്റലിജൻസ്. ഭൂമിയിലേക്ക് ആദ്യം വന്നത് കാഗുയ ഒട്സുസുക്കി ആയിരുന്നു. അവൾ ഭൂമിയിലെ ചാക്രയുടെ ബേസ് ആയിട്ടുള്ള ഗോഡ് ട്രീയുടെ ഫ്രൂട്ട് കഴിക്കുന്നു. ശേഷം അവളുടെ ശക്തി വാസ്റ്റ് ആവുകയാണ്. പിന്നീട് അവളുടെ മക്കളായിട്ടുള്ള ഹാഗറോമോ, അതായത് സേജ് ഓഫ് സിക്സ് പാത്തും ഹാമുറയും അവളുടെ ശക്തിയെ എതിർത്തു. ഹാഗറോമോ തന്റെ ചാക്ര മനുഷ്യർക്കും ഷെയർ ചെയ്തു. അങ്ങനെ അത് ഷിനോബി വേൾഡ് തന്നെ തുടക്കമായി. അതേസമയം ഹാമുറ മൂണിലേക്ക് പോയി അവിടെ തന്റേതായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിച്ചു. ഒട്സുസുക്കി ക്ലാനിന്റെ ബ്ലഡ് ലൈനിൽ നിന്നാണ് പിന്നീട് പല ക്ലാനുകളും ഉണ്ടായത്. ഉച്ചിഹ, സെഞ്ചു, ഹ്യൂഗ, അങ്ങനെ ഒരുപാട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരുടെ കണ്ണുകൾക്കും ശക്തികൾക്കും ചാക്ര നേച്ചറുകൾക്കും ഡിവൈൻ ഒറിജിനേറ്റ് കാണുന്നത്. ഉദാഹരണത്തിന് ബ്യാക്കുഗാൻ, ടെൻസേഗാൻ, റിനേഗാൻ എന്നിവയെല്ലാം ഒട്സുസുക്കി ലൈനിൽ നിന്നുള്ള ഡൊജുത്സുകളാണ്. ഇവരുടെ മറ്റൊരു പവർഫുൾ കോൺസെപ്റ്റാണ് കർമാസീൽ. ഒരു ലിവിംഗ് ബാക്കപ്പ് സിസ്റ്റം പോലെ ഒരാളിൽ കർമാസീൽ വെച്ചാൽ അത് അവരുടെ ഡേറ്റായി മാറും. പിന്നീട് ആ വ്യക്തിയിൽ ഒട്സുസുക്കി വീണ്ടും ജനിക്കും. ഇതാണ് ബൊറൂട്ടോ മൊമോഷിക്കി കണക്ഷന്റെ പ്രധാന കാരണം. ഓരോ ഒട്സുസുക്കിയും രണ്ടു പേരായി വരുന്ന പാറ്റേൺ ഉണ്ട്. അതായത് ഒരാൾ മിഷൻ ലീഡറും മറ്റൊരാൾ സാക്രിഫൈസിനുമായി. ഉദാഹരണം മൊമോഷിക്കിയും കിൻഷിക്കിയും ഇഷിക്കിയും കാഗയും പോലെ. അവർ ഗോഡ് ട്രീ സൃഷ്ടിച്ച് ചാക്ര ഫ്രൂട്ട് കളക്ട് ചെയ്യുകയും അതിനുശേഷം ആ വൃക്ഷം തന്നെ ആ ലോകത്തെ നശിപ്പിക്കും. സാധാരണയായി പറയുമ്പോൾ ഒട്സുസുക്കി ക്ലാൻ ബേസിക്കലി ഗോഡ് ഓഫ് ചാക്രയാണ്. അവരുടെ ഗ്രീഡ് ഫോർ പവർ കൊണ്ടാണ് ഷിനോബി വേൾഡ് തന്നെ രൂപപ്പെട്ടത്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നറൂട്ടോ വേൾഡിൽ തന്നെ ഓരോ ചാക്രോ സിസ്റ്റവും ഡൊജുത്സുവും സീലിംഗ് ടെക്നിക്കും ഒക്കെ ഫോം ആയത് ഇവരിലൂടെയാണ്. ഫൈനലി പറയുമ്പോൾ ഒട്സുസുക്കി ക്ലാൻ റെപ്രസെന്റ്സ് ബോത്ത് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. അതായത് അവർ ചാക്ര ഷെയർ ചെയ്ത് ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതേസമയം തന്നെ ചാക്ര കൊണ്ട് തന്നെ ഒരുപാടധികം യുദ്ധങ്ങളും പ്രശ്നങ്ങളും അവരുണ്ടാക്കി. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാൻ നറൂട്ടോ വേൾഡ്സിന് തന്നെ റിയൽ മെത്താണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സോ ഒട്സുസുക്കി ക്ലാനിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനാര.